അപ്പോൾ നമ്മുടെ കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കഴിച്ചു നോക്കാം. ഇതിൻ്റെ കൂടെ ഒരു ബ്ലാക്ക് ടീയും കൂടെ ഉണ്ടെങ്കിൽ സൂപ്പറാണേ. അതെങ്ങനെ എല്ലൊക്കെ എടുത്തിട്ട് സൂപ്പറാണ് കേട്ടോ. ഇതുണ്ട ഒരു ബീഫ് പീസ്. ഇങ്ങനെ കപ്പ എടുക്കുക, കുറച്ച് ബീഫ് എടുക്കുക, അട്ടനും കൂടെ കുടിക്കാം നമുക്ക്. പൊളിയപ്പ വെച്ച് നമുക്കിന്ന് ബീഫ് വെച്ച് ഒരു കപ്പ ബിരിയാണി ഉണ്ടാക്കാം. 1 കിലോ ബീഫാണ്, നല്ല എല്ലോട് കൂടിയതാണ് കേട്ടോ. കുറച്ച് വലിയ പീസായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. ഒരു സവാള കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ഒരു 4-5 പച്ചമുളക്, ഒരു 15 അല്ലി വെളുത്തുള്ളി ചതച്ചത്, ഇഞ്ചി ചതച്ചത്, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി 2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്, മല്ലിപ്പൊടി, ഹോം മെയ്ഡ് ഗരം മസാല, മീറ്റ് മസാല കയ്യിലുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കണം, ബീഫിന് ആവശ്യമായ ഉപ്പ്. ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ പുരട്ടി കൊടുക്കാം. ഒരു 1/2 ഗ്ലാസ് വാട്ടർ. ഇനി ഇത് നമുക്ക് സ്റ്റൗവിൽ വെച്ച് കൊടുക്കാം. ഇത് കുക്കാകുമ്പോഴത്തേക്ക് നമ്മുടെ കപ്പ റെഡിയാക്കി എടുക്കാം. കപ്പ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നല്ല കപ്പ കിട്ടണം, എന്നാലേ ബിരിയാണി നല്ല രീതിയിൽ വരികയുള്ളൂ. കപ്പ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്, നല്ല നീറ്റായിട്ട് വാഷ് ചെയ്തതാണ്. ഇത് നമുക്ക് തിളക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കപ്പ ഇട്ട് കൊടുക്കാം. ഫസ്റ്റ് വെള്ളം നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം, എന്നിട്ട് സെക്കൻഡ് വെള്ളം ആഡ് ചെയ്യാം. വാട്ടർ ഒഴിച്ച് കൊടുക്കാം. വേണ്ട 3/4 കുക്കായിട്ടുണ്ട്. ഈ സമയത്ത് സെക്കൻഡ് വെള്ളം നമ്മൾ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ഉപ്പും മഞ്ഞൾ ചേർത്ത് കൊടുക്കാം. കപ്പയ്ക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം, മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കപ്പ നോക്കിയാൽ നല്ല സൂപ്പറായിട്ട് കുക്കായിട്ടുണ്ട്. ബീഫ് ഇവിടെ കുക്കായിട്ടുണ്ട്. നമുക്കിതിന് വേണ്ടി ഒരു മസാല റെഡിയാക്കാം. ഇതിലേക്ക് ഞാൻ ഒരു 1/2 മുറി തേങ്ങ തിരുമ്മിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു കുഞ്ഞിഞ്ചി പീസ്, 1/2 സവാള, 1/4 ടീസ്പൂൺ പെരുംജീരകം. ഇത് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വേണം നമുക്കിത് റോസ്റ്റ് ചെയ്തെടുക്കേണ്ടത്. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് കറി ലീഫ് ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കളർ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് ചേർത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്യാം. ഫ്ലെയിമെല്ലാം ലോയിൽ വെക്കണം. അപ്പോൾ നമ്മുടെ തേങ്ങ നല്ല രീതിയിൽ റോസ്റ്റ് ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം. നമുക്ക് കുക്കറിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ബീഫ് നല്ല രീതിയിൽ കുക്കായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ കപ്പ തട്ടി കൊടുക്കാം. തേങ്ങ വറുത്ത് വെച്ചേക്കനും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഞാനിപ്പോൾ ഇങ്ങനെ ചേർക്കുന്നുണ്ട്, നമുക്ക് വേണമെങ്കിൽ ഒന്ന് തരിതരിപ്പോടെ പൊടിച്ച് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറി ലീഫ് ഇട്ട് കൊടുക്കാം, കുറച്ച് മല്ലി.
ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബീഫ് എല്ലും കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഞാൻ കപ്പ ബിരിയാണി ഉണ്ടാക്കണം ഇങ്ങനെയാണ്. നിങ്ങൾ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? അപ്പോൾ കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോയുമായി കാണുന്നവരെ താങ്ക്